ബാക്ക് ടു അവർ ചാനൽ മെൻറ്റർ ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ 7 മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് 4 മെത്തേഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 7 മെത്തേഡ്സ് നോക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 മെത്തേഡ്സ് നേരെ നോക്കിയാൽ മതി. ബാക്കി 3 പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 7 മെത്തേഡ്സ് എന്ന് വെച്ചാൽ, ഒന്ന് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഡയറക്റ്റ് മെത്തേഡ്, തേർഡ് വൺ ബൈലിംഗ്വൽ മെത്തേഡ്, ഫോർത്ത് വൺ ഡോക്ടർ വെസ്റ്റ് മെത്തേഡ്, ഫിഫ്ത്ത് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, സിക്സ്ത് വൺ ഡിഡക്റ്റീവ് മെത്തേഡ്, സെവൻത്ത് വൺ ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഈ മെത്തേഡ് എന്താണെന്നുള്ളത്. ട്രാൻസ്ലേറ്റിംഗ് ദ ഗ്രാമർ എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിനെ നമ്മൾ ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ക്ലാസിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജസ് ലൈക്ക് സാൻസ്ക്രിറ്റ്, ഗ്രീക്ക്, ലാറ്റിൻ അതൊക്കെ പഠിപ്പിക്കാനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിനെ ക്ലാസിക്കൽ മെത്തേഡ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 18th സെഞ്ച്വറിയിൽ പ്രഷ്യയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത് ജെ.വി. മെയ്ഡിംഗർ ആണ്. ഓക്കെ, ജെ.വി. മെയ്ഡിംഗർ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷനാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മിനിമം യൂണിറ്റ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വേർഡാണ്. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ദാറ്റ് L2 ഈസ് ലേൺഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് L1. അപ്പോൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് മദർ ടങ് ദാറ്റ് ഇസ് L1-നാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ റീഡിങ്ങിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള മെയിൻ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ലാംഗ്വേജിനെ നമുക്ക് ട്രാൻസ്ലേഷനിലൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അതുമാതിരി തന്നെ ഒരു ലാംഗ്വേജിൻ്റെ സോൾ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഇതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് ടീച്ചർ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ, ടീച്ചർ ആദ്യം L2 ദാറ്റ് സെക്കൻഡ് ലാംഗ്വേജിൽ ഒരു സെൻറ്റൻസ് വായിക്കും. എന്നിട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ട് അതിനെ ഫസ്റ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് വേർഡ് മീനിങ് പഠിപ്പിച്ചതിൽ നിന്ന് പിന്നെ ടീച്ചർ എന്ത് ചെയ്യും, സെൻറ്റൻസ് മീനിങ്ങിലേക്ക് പോവും ആൻഡ് ദെൻ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള എലമെൻസിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ടീച്ചിങ് വേർഡാണ്. മദർ ടങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ അതുമാതിരി തന്നെ L2 ഈസ് ലേൺഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് L1. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഈ ഒരു ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ലേണറിന് L1-ലും L2-ലും പ്രൊഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ എന്താണ്, ടൈം ആൻഡ് എഫേർട്ട് സേവ് ചെയ്യും. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മീനിങ്ങും അതുപോലെ തന്നെ ഡെഫിനിഷനൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ആൻഡ് എഫേർട്ട് സേവ് ചെയ്യും. പിന്നെ വേർഡ് മീനിങ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ഫസ്റ്റ് ലാംഗ്വേജിനെ നമ്മൾ വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറയും കേട്ടോ. അതുമാതിരി നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിന് ടാർജറ്റ് ലാംഗ്വേജ് എന്നും പറയും. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് ഒക്കെ കുറച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ആർട്ട് ഓഫ് ട്രാൻസ്ലേഷൻ അതിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതായത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റീഡിങ്ങിനാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കിങ്ങിന് എന്താണ്, വളരെ ചെറിയൊരു റോളേ കിട്ടുന്നുള്ളൂ. ഓക്കെ, കാരണം സ്പീക്കിംഗ് ആണ് കമ്പാരിറ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിന് കുറച്ച് റോളും ഒരു പാസീവായിട്ടുള്ള റീഡിങ്ങിന് കൂടുതൽ റോളുമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിറ്റിക് ആസ്പെക്ട് ലൈക്ക് പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ്, ഇൻറ്റോണേഷൻ അതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇംഗ്ലീഷിലുള്ള ചില ഇഡിയംസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനൊന്നും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ മലയാളത്തിലില്ല. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലേണേഴ്സിന് ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിനൊന്നുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ലേണേഴ്സ് എന്താണ് ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാർജറ്റ് ലാംഗ്വേജിനെക്കാട്ടിലും ഫസ്റ്റ് ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്തിനാണ് വന്നത്? ഡയറക്റ്റ് മെത്തേഡ് ഈ ഒരു ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഡയറക്റ്റ് മെത്തേഡ് വരുന്നത്. 19th സെഞ്ച്വറിയിൽ ഫ്രാൻസിലാണ് ഡയറക്റ്റ് മെത്തേഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ചീഫ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് പെൻഡർഗാസ്റ്റും സോവിയറുമാണ്. ഓക്കെ, പെൻഡർഗാസ്റ്റ് ആൻഡ് സോവിയർ ആണ് ഇതിൻ്റെ മേജർ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൻ്റെ മേജർ ആയിട്ടുള്ളൊരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുക്കുന്നത്? സ്പീക്കിംഗ് സ്കില്ലിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിന് വേറെ ഒരുപാട് പേരുകളുണ്ട്. ലൈക്ക് നാച്ചുറൽ മെത്തേഡ്, അല്ലെങ്കിൽ ഫോണോളജിക്കൽ മെത്തേഡ്, ആൻറ്റി ഗ്രമാറ്റിക്കൽ മെത്തേഡ്, അങ്ങനെ ഒരുപാട് വേറെ പേരുകൾ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് ക്യാൻ ബി ടോട്ട് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് L1. അതാണ് ഇതിൻ്റെ ഒരു മേജർ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ L1ൻ്റെ യൂസ്, മദർ ടങ് യൂസ് ലിമിറ്റ് ചെയ്യും, അതുമാതിരി L2ൻ്റെ യൂസ് കൂട്ടും ചെയ്യും. സോ സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജിനാണ് ഡയറക്റ്റ് മെത്തേഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ എക്സ്പോഷറും കൊടുക്കുന്നത്. ഇവിടെ യൂണിറ്റ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് സെൻറ്റൻസ് ആണ്. ഓക്കെ, ഗ്രാമർ ട്രാൻസ്ലേഷനിൽ വേർഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ യൂണിറ്റ് ഓഫ് ടീച്ചിങ് സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബേസിക് ഫിലോസഫി എന്താണെന്നറിയോ? അതായത് സ്പീച്ചിൽ ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഫ്ലുവൻസി വന്നോളും. അതാണ് ഈ ഒരു ഡയറക്റ്റ് മെത്തേഡിൻ്റെ മേജർ പ്രിൻസിപ്പിൾ. നമുക്ക് സ്പീക്കിംഗ് അല്ലെങ്കിൽ സ്പീച്ചിലാണ് കൂടുതൽ ഫ്ലുവൻസി വേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീഡിങ് ഫ്ലുവൻസിയും റൈറ്റിംഗ് ഫ്ലുവൻസിയും വന്നോളും. അതാണ് ഇതിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്താണ് ഇവിടുത്തെ ഒരു സെൻട്രൽ ഐഡിയ എന്ന് വെച്ചാൽ, വേർഡ്സിനെയും സെൻറ്റൻസിനെയും ഡെമോൺസ്ട്രേഷനിലൂടെയാണ് അവരുടെ മീനിങ് ആയിട്ട് ലിങ്ക് ചെയ്യണത്. ഓക്കെ, ദാറ്റ് ഈസ് അസോസിയേഷൻ ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് വിത്ത് ദിയർ മീനിങ് ത്രൂ ഡെമോൺസ്ട്രേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്പിൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ഒരു ആപ്പിൾ കാണിച്ചും കൊണ്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വേർഡ്സിനെ നമ്മൾ എന്താ കാണിക്കുക എന്ന് വെച്ചാൽ, അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പിക്ചർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ കാണിച്ചിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ത്രൂ ഡെമോൺസ്ട്രേഷൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫോർമൽ ഗ്രാമർ ഇല്ല, അതുമാതിരി തന്നെ ട്രാൻസ്ലേഷൻ വരുന്നില്ല. ഓക്കെ, L1ൻ്റെ യൂസറിന് ഇവിടെ വരുന്നില്ല. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആദ്യം ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കാണിക്കും, എന്നിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കും. സോ ത്രൂ ഡെമോൺസ്ട്രേഷനാണ് ടീച്ചർ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ കാണിച്ചിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് പറയാം, ഈ ഒരു തോട്ടും എക്സ്പ്രഷനും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ വരുന്നുണ്ട്, ഡയറക്റ്റ് അസോസിയേഷൻ വരുന്നുണ്ട്. സ്പീക്കിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഡിയംസ് പോലുള്ള സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, അതുമാതിരി നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഫുൾ ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത്രയും കോമ്പീറ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇവിടെ ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഈ ഒരു മെത്തേഡ്. കാരണം അവിടെ വെറും ഇംഗ്ലീഷാണ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ഫോർ ആവറേജ് ഓർ ബിലോ ആവറേജ് സ്റ്റുഡൻസ്. പിന്നെ ടീച്ചിങ് എയ്ഡ്സ് കുറച്ച് അധികം വേണ്ടി വരും, കാരണം നമുക്കെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഐഡിയാസ്, ഒന്ന് L1ൻ്റെ യൂസ് വരുന്നില്ല, സെക്കൻഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് തോട്ടും എക്സ്പ്രഷൻ്റെ ഇടയിൽ, യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ബൈലിംഗ്വൽ മെത്തേഡ്. ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ CJ ഡോട്ട്സൺ ഓഫ് വെയിൽസ് ആണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. CJ ഡോട്ട്സൺ ഓഫ് വെയിൽസ്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, അതായത് ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മദർ ടങ് പതുക്കെ ഡിസപ്പിയർ ആവുന്നുള്ളൊരു പേടി ഇയാൾക്ക് ഉണ്ടാവുകയാണ്. കാരണം എന്താണ്, ഡയറക്റ്റ് മെത്തേഡിൽ മദർ ടങ് യൂസ് വരുന്നില്ല. ഓക്കെ, സോ ഹി വാസ് അഫ്രൈഡ് ദാറ്റ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഡയറക്റ്റ് മെത്തേഡ് മൈറ്റ് മേക്ക് ദ വെർനാക്കുലർ ലാംഗ്വേജ് ഡിസപ്പിയർ. അപ്പോൾ ഇദ്ദേഹം എന്ത് റെക്കമെൻഡ് ചെയ്തു? L2 പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് L1ൻ്റെ ലിമിറ്റഡ് യൂസ് പറ്റും എന്നുള്ളൊരു കാര്യം അദ്ദേഹം റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, കൺട്രോൾഡ് ആൻഡ് ലിമിറ്റഡ് യൂസ് ഓഫ് L1 ടു ടീച്ച് L2. അപ്പോൾ ഇവിടെയും യൂണിറ്റ് ഓഫ് ടീച്ചിങ് സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ടീച്ചറിന് L1 യൂസ് ചെയ്യാൻ പറ്റും, ടീച്ചറിന് മലയാളം യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കുട്ടികൾക്ക് മലയാളം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ടീച്ചർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക L2ലാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക L1ലാണ്. ഓക്കെ, മലയാളത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സി നമ്മുടെ കേസിൽ L1 മലയാളമാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ L1ന് പകരം മലയാളം എന്ന് പറയുന്നത്. സോ അത് പല കൺട്രീസിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് L1 ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ അവർ കേസ് L1 ഇസ് മലയാളം. ഇവിടെ എന്താ ടീച്ചർ ചെയ്യാന്ന് വെച്ചാൽ, ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ L2 യൂസ് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ L1 യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ലിമിറ്റഡ് യൂസ് ഓഫ് L1 ടു ടീച്ച് L2 എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുക, സ്റ്റുഡൻസിന് L1ലും L2ലും എക്സ്പോഷർ കിട്ടും.
അതുമാതിരി തന്നെ L2 സ്റ്റുഡൻസ് പ്രൊഫിഷ്യൻ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എന്താണ് മെയിനായിട്ട് ഇവിടെയും നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ടീച്ചറിന് മദർ ടങ്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടീച്ചറിന് കുറച്ചൊക്കെ ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അത്ര കോമ്പീറ്റൻ്റ് അല്ല ഒരു ആവറേജ് ടീച്ചറിനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ടീച്ചിങ് എയ്ഡ്സ് മിനിമം ആണ്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി എക്കണോമിക്കലാണ്. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റുഡൻസിന് എന്താണ് L1 L2 എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താ, അതായത് ചില ടീച്ചേഴ്സിന് ഏതെങ്കിലും ഒരു ലാംഗ്വേജിലാണ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ചില ടീച്ചേഴ്സിന് L1 എന്താണ് പ്രൊഫിഷ്യൻസി ഇല്ലയെന്ന് കരുതുക, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ 2 ലാംഗ്വേജിൻ്റെയും ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ലാംഗ്വേജും കൊണ്ടുവരുന്ന ടൈമിൽ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, കുട്ടികൾക്ക് അത് മനസ്സിലാവാനൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുമാതിരി തന്നെ ഹയർ ക്ലാസ്സസിലൊന്നും ഈ ഒരു മെത്തേഡ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ബൈലിംഗ്വൽ മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ബൈലിംഗ്വൽ മെത്തേഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ വെസ്റ്റ് മെത്തേഡാണ്. ഡോക്ടർ വെസ്റ്റിൻ്റെ ഈ ഒരു മെത്തേഡിനെ നമ്മൾ വേറെ രീതിയിലും പറയാറുണ്ട്. ദ ന്യൂ മെത്തേഡ് എന്ന് പറയാറുണ്ട്, ദ ടെക്സ്റ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ദ ന്യൂ മെത്തേഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇപ്പോൾ ഈ പഠിച്ച എല്ലാ മെത്തേഡ്സിലും വെച്ചിട്ട് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ് ഡോക്ടർ വെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഡോക്ടർ മൈക്കൽ വെസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഡോക്ടർ വെസ്റ്റ് മെത്തേഡ് എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ L2 പഠിക്കേണ്ടത് ഒരു യൂട്ടിലൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം. ഓക്കെ, ഒരു യൂട്ടിലൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സൈലൻറ്റ് റീഡിംഗ് ആണ് എംഫസൈസ് ചെയ്യുന്നത്. സോ ഹിയർ വേർഡ്സ് ആർ ടോട്ട് ബൈ കോൺസ്റ്റൻറ്റ് റിപ്പീറ്റേഷൻ. കോൺസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വേർഡ്സ് പഠിപ്പിക്കേണ്ടത് ഡോക്ടർ വെസ്റ്റ് മെത്തേഡിൽ. പിന്നെ നെസസറി ആണെങ്കിൽ മാത്രം L1 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് 1158 വേർഡ്സ് ഉണ്ടാക്കി. 1158 വേർഡ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇദ്ദേഹം ഉണ്ടാക്കി. അപ്പോൾ ഈ വേർഡ്സ്, ഇത്രയും വേർഡ്സ് വെച്ചിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ കോൺവെർസേഷൻ നടത്താൻ പറ്റും. ഓക്കെ, സോ ഹി മെയ്ഡ് എ ലിസ്റ്റ് ഓഫ് 1158 വേർഡ്സ് ദാറ്റ് ആർ ഇനഫ് ടു പെർഫോം എ സിമ്പിൾ നോർമൽ കോൺവെർസേഷൻ. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഒരു 1158 വേർഡ്സ് ഉണ്ടല്ലോ, അതിന് ചില വേർഡ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കി. ഈ ഫൈനൽ ലിസ്റ്റിൽ 458 വേർഡ്സ് ആണുള്ളത്. ഈ 458 വേർഡ്സ് എന്താണ്, നമ്മുടെ ഓർഡിനറി കോൺവെർസേഷന് ആഡിക്വേറ്റ് ആണ്. സോ അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ ഇംഗ്ലീഷ് ഒരു യൂട്ടിലൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അത്രയും കുറച്ച് വേർഡ്സ് അദ്ദേഹം എന്ത് ചെയ്യണം, വൊക്കാബുലറി കൺട്രോൾഡ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഒക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് റീഡിംഗ് സ്കില്ലിനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മെത്തേഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ, ഡയറക്റ്റ് മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ് ആൻഡ് ഡോക്ടർ വെസ്റ്റ് മെത്തേഡ്. ഇതിന് പുറമേ ഉള്ള ഒരു 3 മെത്തേഡ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, H.E. പാമർ ആണ് ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റൈറ്റിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, റൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഗ്രാമറിൻ്റെ റൂൾസ് ഡയറക്റ്റായിട്ട് പറയുന്നില്ല. അതിന് പകരം ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ എന്നാണ് പറയുക. ആ ടേബിളിൽ നിന്നുമാണ് നമ്മൾ ഗ്രാമർ റൂൾസ് നോക്കുന്നത്. എന്നിട്ട് ആ ടേബിളിൽ നിന്നും നമ്മൾ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ 3 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ ഉണ്ട്, കോമ്പൗണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ ഉണ്ട്, ഗ്രാമാറ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു ഈ 3 മെത്തേഡ്സ്, ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന 3 മെത്തേഡ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ യൂണിറ്റ് ഓഫ് ടീച്ചിങ് സെൻറ്റൻസ് ആണ്, റൈറ്റിംഗ് ആണ് സ്ട്രെസ് ചെയ്യണത്. ഇവിടെ ഗ്രാമർ റൂൾസ് ഡയറക്റ്റ്ലി പറയുന്നില്ല, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ ഉണ്ടായിരിക്കും, അതിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആൻഡ് അതിന്ന് നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യണം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഒരു മെത്തേഡ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ നമുക്കൊരു ടേബിളിൽ നിന്ന് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടൈമിൽ തന്നെ ലാർജ് നമ്പർ ഓഫ് സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, സ്റ്റുഡൻസിന് ഈ ഒരു ടേബിൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ടേബിൾസ് പിന്നീട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, റൂൾസ് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഗ്രാമർ ഒരു ഇൻടാക്റ്റ് ആയിട്ട് അവിടെ പഠിപ്പിക്കുന്നില്ല. പിന്നെ റൈറ്റിങ്ങിനാണ് സ്പീക്കിങ്ങിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 4 സ്കിൽസിനും ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൈറ്റിംഗ് ആണ്, പിന്നെ കുറച്ച് സ്പീക്കിങ്ങിനും കൊടുക്കുന്നുണ്ട്. പക്ഷെ 4 സ്കിൽസിനും ഒരേമാതിരി ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് മെയിനായിട്ടൊരു എഫക്റ്റീവ് മെത്തേഡിനെക്കാട്ടിലും നമുക്കൊരു എഫക്റ്റീവ് ട്രെയിനിങ് ആയിട്ടാണ് പറയാൻ പറ്റുക.
ഓക്കെ, അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ. റൈറ്റിംഗ് ആണ് സ്ട്രെസ് ചെയ്യുന്നത്, യൂണിറ്റ് ഓഫ് ടീച്ചിങ് സെൻറ്റൻസ് ആണ്. ഗ്രാമർ റൂൾസ് ഒരു ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് 2 മെത്തേഡാണ് ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് പോവുക. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് പോവുക. സോ ഡിഡക്റ്റീവിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് അതൊക്കെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഐഡിയാസ് ആർ ഓൾറെഡി ഗീവൺ ടു ദ ലേണർ. പക്ഷേ ഇൻഡക്റ്റീവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിനെ തിങ്ക് ചെയ്യാനുള്ളൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സ്പെരിമെൻ്റ് ചെയ്യും, തിങ്ക് ചെയ്യും, എന്നിട്ട് അവരുടേതായിട്ടുള്ളൊരു കൺക്ലൂഷനിലെത്തും. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. സോ ഇൻഡക്റ്റീവ് മെത്തേഡിലാണ് സ്റ്റുഡൻസിൻ്റെ തിങ്കിങ് എബിലിറ്റി ഒക്കെ കൂടുന്നത്, അവർ കൂടുതൽ ചാലഞ്ചിങ് ആവുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡിലാണ്. ഡിഡക്റ്റീവിൽ ഓൾറെഡി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇൻഡക്റ്റീവിൽ നമ്മൾ തന്നെ അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡക്റ്റീവിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇവിടെ സ്പൂൺ ഫെഡ് ആണ്, അതായത് നോളജ് ഓൾറെഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്പൂൺ ഫെഡ് ആണ്. പിന്നെന്താണ്, ചൈൽഡിന് അതായത് ലേണറിന് അവിടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം ഓൾറെഡി അവരിങ്ങനെ മഗ്ഗപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇൻഫർമേഷൻ. ഓക്കെ, അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നില്ല. ഓക്കെ, സോ ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, പിന്നെ ഇതൊരു അൺനാച്ചുറൽ മെത്തേഡാണ്. അൺനാച്ചുറൽ ആണ്, അൺസയൻറ്റിഫിക് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ലേണേഴ്സിന് സെൽഫ് കോൺഫിഡൻസ് മോട്ടിവേഷനൊന്നും ഡെവലപ്പ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ? ഒന്ന്, ഇത് നമ്മൾ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. സോ അത് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ ഹൈ എനർജി, ഹൈ എഫേർട്ട്, അതുമാതിരി തന്നെ ഹൈ ലേബർ ഒക്കെ ഇതിന് ആവശ്യമുണ്ട്. പിന്നെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള തിയറീസ് തന്നെയാണ് നമ്മൾ വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഇൻസഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മുടെ അടുത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനിൽ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ അത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.